ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഞാൻ സ്വാതി സ്വാഗതം. PSC എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ബയോളജി ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസ് അല്ലേ. എത്ര പഠിച്ചാലും ഓപ്ഷൻസിൽ ആ ടേം എല്ലാം കൂടെ ഒരുമിച്ച് കാണുന്ന സമയത്ത് ആകെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നു, മാർക്ക് ലൂസ് ആവുന്നു. ഇതെല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ടേംസ് ഒന്ന് പരിചയപ്പെട്ടാലോ. ആദ്യം തന്നെ നമുക്ക് ലൈസോസൈം, ലൈസോസോം രണ്ട് വാക്കാണ് അല്ലേ. സ്ഥിരമായിട്ട് ഈ അടുത്തുപോലെ എക്സാമിന് ചോദിച്ചു. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ഇട്ട ആൾക്ക് പോലും ആ വേർഡ് കൺഫ്യൂഷൻ വന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വാക്ക് തമ്മിലുള്ള വ്യത്യാസം ഇനി മാറിപ്പോവരുത്, കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ലൈസോസോം എന്നാണ് ആദ്യം പറഞ്ഞത്. സോം എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയാണ് അവസാനിക്കുന്നതെങ്കിൽ അത് ഒരു കോശാംഗത്തിൻ്റെ പേരാണ്. കോശാംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽ ഓർഗനൽസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഒരു കോശത്തിനകത്ത് കാണപ്പെടുന്ന അംഗം അല്ലേ. അപ്പോൾ ഓരോ അംഗങ്ങൾക്കും ഓരോ ജോലി ചെയ്യാനുണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ ലൈസോസോം എന്ന് പറയുന്ന ആളെ ധർമ്മം കൂടെ ഒന്ന് വേഗം മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ. ലൈസോസോം എന്നതിനെ നമ്മൾ ആത്മഹത്യാ സഞ്ചി അല്ലെങ്കിൽ സൂയിസിഡൽ ബാഗ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആത്മഹത്യാ സഞ്ചി എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്നും കൂടെ നോക്കാം അല്ലേ. കോശത്തിനകത്ത് പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ചില രാസാഗ്നികളൊക്കെ ഉൾപ്പെടുന്ന ഒരു സഞ്ചിയാണ് ലൈസോസോം. അപ്പോൾ രോഗാണുക്കൾ വരുന്ന സമയത്ത് ഈ ലൈസോസോം അവിടെ ആ രോഗാണുവിൻ്റെ അടുത്ത് പോയി പൊട്ടി ആ രാസാഗ്നി പുറത്തു വന്ന് രോഗാണുവിനെ നശിപ്പിക്കും. അതാണ് അതിൻ്റെ ധർമ്മം. പക്ഷെ ചില സമയത്ത് ഈ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശ്രമത്തിനൊടുവിൽ ഈ കോശം പൂർണ്ണമായും നശിച്ചു പോകാനൊക്കെ കാരണമാവും. അപ്പോൾ അത് തന്നെ നിലനിൽക്കുന്ന സ്ഥലം ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് ആത്മഹത്യാ സഞ്ചി അല്ലെങ്കിൽ സൂയിസിഡൽ ബാഗ്സ് എന്ന് ഇവരെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതാണ് ലൈസോസോം. ഇനി ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്ക് ഏതാണ്? ലൈസോസൈം എന്നാണ് അല്ലേ. അപ്പൊ അവസാനിക്കുന്നത് സൈം. സൈം മീൻസ് എൻസൈം. ഓക്കെ, എൻസൈം മീൻസ് എന്താണ് മലയാളത്തില്? രാസാഗ്നി. അപ്പോൾ ലൈസോസൈം എന്ന് പറഞ്ഞാൽ അത് ഒരു രാസാഗ്നിയാണ്. എവിടെയൊക്കെ കാണപ്പെടുന്നു? എവിടെയാ കാണുന്നേ? നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം. അതേപോലെ കേട്ടിട്ടുണ്ടാവും ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നു, അതുപോലെ ശരീരത്തിൽ പുറത്തു പോകുന്ന മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെയും ഇതിന്റെ ധർമ്മം ചോദിച്ചാൽ ആദ്യം പറഞ്ഞതിനോട് ബന്ധമുള്ള ധർമ്മം തന്നെയാണ്. ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ കണ്ണാണെങ്കിൽ കണ്ണിൽ പ്രവേശിക്കുന്ന അല്ലെ. അതേപോലെ ഉമിനീരിൽ ഉണ്ടെങ്കിൽ ആഹാരത്തിൽ കൂടെ കയറുന്ന എല്ലാ രോഗാണുക്കളെ നശിപ്പിക്കുക എന്നതാണ് ഇതിന്റെയും ധർമ്മം. പക്ഷേ ആദ്യം പറഞ്ഞ ലൈസോസോം ഒരു കോശാംഗമാണ്. ലൈസോസൈം എന്ന് പറഞ്ഞാൽ വേറൊരു എൻസൈമാണ്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇനി ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേറെ ഒരുപാട് ടേംസ് ഉണ്ട്. അടുത്ത രണ്ട് ടേംസിലേക്ക് പോവാം. അടുത്തതാണ് റൈബോസോം, സെൻട്രോസോം അല്ലെ. രണ്ടിന്റെ അവസാനം ഒരേപോലെയാണ്. സോം എന്ന് അവസാനിക്കുമ്പം എപ്പോഴും ഒരു കോശവുമായിട്ട് ബന്ധമുള്ള വാക്കുകളായിരിക്കും. റൈബോസോം എന്ന് പറഞ്ഞാൽ അതൊരു കോശാംഗം തന്നെയാണ്. മാംസ്യ നിർമ്മാണ കേന്ദ്രം, പ്രോട്ടീൻ ഫാക്ടറി എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അല്ലേ. അതുപോലെ റൈബോസോമിന്റെ പ്രത്യേകതയാണ് എല്ലാതരം കോശങ്ങളിലും കാണപ്പെടുന്നു എന്ന് വെച്ചാൽ എന്താ? പ്രോക്യാരിയോട്ടുകൾ, മർമ്മമില്ലാത്ത പ്രോക്യാരിയോട്ടുകൾ, മർമ്മം കാണപ്പെടുന്ന യൂക്യാരിയോട്ടുകൾ, ഇതിലെല്ലാം കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം. അപ്പൊ സെൻട്രോസോം എന്താ? സെൻട്രോസോം എന്ന് പറയുമ്പോൾ ഓർമ്മിച്ച് വെക്കണം, ഇത് ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ്. ജന്തുകോശങ്ങളിൽ കോശ വിഭജന സമയത്ത് സഹായിക്കുന്ന ഒരു കോശാംഗം കൂടെയാണ് സെൻട്രോസോം. അപ്പൊ രണ്ടിന്റെയും ധർമ്മം വേറെയാണ്, മാറിപ്പോവാതെ ഓർമ്മിച്ച് വെക്കാം. ഇനി വേറെ 2-3 ടേംസ് നമുക്ക് ഒരുമിച്ച് നോക്കാം അല്ലെ. ടേംസ് ഇങ്ങനെയൊക്കെയാണ്: എറിത്രോസൈറ്റ്, ലൂക്കോസൈറ്റ്, ത്രോംബോസൈറ്റ് അല്ലെ. എങ്ങനെയാണ്? എല്ലാം ഒരേപോലെയാണ് എൻഡ് ചെയ്യുന്നത്. സൈറ്റ് 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 എന്നാണ് എൻഡ് ചെയ്യുന്നത് അല്ലെ. സൈറ്റ് എന്ന് പറയുമ്പം സൈറ്റോളജി എന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓർമ്മിക്കാം. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ സൈറ്റോളജി എന്ന് പറയാം. അപ്പൊ ഇവിടെ ഒരു സൈറ്റ് അവസാനിക്കുന്നുണ്ട്. ഈ വാക്കുകളും സൈറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ കോശവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഏത് തരം കോശങ്ങളാണ്? രക്തകോശങ്ങൾക്ക് പറയുന്ന പേരാണ് എറിത്രോസൈറ്റ് എന്ന് വെച്ചാൽ RBC, അരുണരക്താണു. ലൂക്കോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? WBC അഥവാ ശ്വേതരക്താണുവാണ്. ത്രോംബോസൈറ്റ് എന്നറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റുകളെയാണ്. ഓക്കെ, ഇനി മാറിപ്പോവരുത്. ഒന്നുമില്ലെങ്കിൽ എറിത്രോ എന്ന് പറയുന്ന സമയത്ത് എറിത്രോ, എരിവ് അങ്ങനെയൊക്കെ ഓർമ്മിക്കാലോ അല്ലെ. എരിവ് ഉണ്ടെങ്കിൽ നമ്മൾ മുളകിന്റെ നിറം എന്താ? റെഡാണ്, ചുവന്നാണ്. അപ്പൊ ആ ചുവന്ന രക്താണു, അരുണരക്താണു, RBCക്ക് പറയുന്ന പേരാണ് എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേ? അപ്പൊ അതും മാറിപ്പോവാതെ ഏത് രക്തകോശത്തിന്റെ പേരാണ് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കാം. അതുപോലെ വേറൊരു കാര്യമാണ്, നമ്മൾ ഹൃദയത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്.
മനുഷ്യ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബേസ് ആയിട്ട് നമുക്കറിയാം മനുഷ്യന്റെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. മുകളിലത്തെ 2 അറകൾക്ക് നമ്മൾ ഏട്രിയം എന്ന് പറയാറുണ്ട്, താഴെയുള്ള അറകൾക്ക് വെൻട്രിക്കിൾ എന്നുമാണ് പറയും അല്ലെ. റെഡി അല്ലേ? അങ്ങനെ 4 അറകളാണുള്ളത്. പക്ഷെ കൺഫ്യൂഷൻ ഇതൊന്നുമല്ല. ഹൃദയത്തിനെ നമ്മൾ ഇടതുവശം വലതുവശം ഇങ്ങനെ വേർതിരിച്ചാണ് പഠിക്കാറ്. ഹൃദയത്തിന്റെ ഇടതുവശത്ത് കാണപ്പെടുന്നത് എപ്പോഴും ശുദ്ധരക്തമായിരിക്കും. ഓക്കെ, വലതുവശത്ത് കാണപ്പെടുന്നത് അശുദ്ധ രക്തമാണ്. ഇത് തന്നെ മാറിപ്പോകാറുണ്ട്, ഏത് വശത്ത് ഏത് രക്തം എങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് അല്ലെ. ശുദ്ധരക്തം എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്സിജന്റെ അളവ് കൂടുതലുള്ള രക്തത്തിനെയാണ് ശുദ്ധരക്തം എന്ന് പറയുന്നത്. അശുദ്ധം മീൻസ് എന്തായിരിക്കും? ഓക്സിജൻ കുറവും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തമാണെങ്കിൽ അശുദ്ധ രക്തം എന്ന് പറയും. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, പൊതുവേ നമ്മൾ വലതെന്ന് പറയുമ്പം ഒരു ശുദ്ധം അങ്ങനത്തെ ഒരു ഫീൽ, ഒരു പോസിറ്റീവ് ഫീൽ മൈൻഡിൽ ഉണ്ടെങ്കിൽ പോലും ഹൃദയത്തിന്റെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ് ഓർമ്മിക്കേണ്ടത്. ഇടതുവശത്താണ് ശുദ്ധരക്തം, വലതുവശത്താണ് അശുദ്ധ രക്തം. ക്ലിയർ അല്ലേ? അതേപോലെ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം ചോദിക്കുന്ന സമയത്തും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. വാൽവിന്റെ പേര് അല്ലെ, ബൈകസ്പിഡ് വാൽവ്, ട്രൈകസ്പിഡ് വാൽവ്. ദ്വിദളം അല്ലെങ്കിൽ ബൈകസ്പിഡ് എന്നാണ് പറയുക. ദ്വി എന്ന് പറഞ്ഞാൽ ബൈ, അരേ അർത്ഥമല്ലേ വരുന്നത്. ഇത് ഏതൊക്കെ വശത്താണ് കാണപ്പെടുന്നത്? അപ്പൊ അതും കൂടെ നമുക്കൊന്ന് ഓർമ്മിച്ച് വെക്കാം. ഇടതുവശത്ത് കാണപ്പെടുന്ന വാൽവിന്റെ പേരാണ് ബൈകസ്പിഡ് വാൽവ്. ഇടത് ഏട്രിയത്തിന്റെയും ഇടത് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണപ്പെടുന്ന 2 ദളങ്ങളോട് കൂടിയ ഒരു വാൽവിനെയാണ് നമ്മൾ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. റെഡി? ഇനി വലതുവശത്ത് ഇതേപോലെ വലത് ഏട്രിയത്തിന്റെയും വലത് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണപ്പെടുന്ന വാൽവിനെയാണ് നമ്മൾ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയാം. ഇതും ഇങ്ങനെ നമുക്ക് മാറിപ്പോവാണെങ്കിൽ എങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ട്രൈ എന്ന് പറയുമ്പം ട്രൈകസ്പിഡ് വാൽവ് അല്ലെ, ആ ഒരു വാക്കിൽ നമ്മൾ കേട്ടെ വലത് എന്നാണ് പറഞ്ഞത്. വലതു ഭാഗത്താണ് ട്രൈകസ്പിഡ് വാൽവ്. വലതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? റൈറ്റ് എന്ന് പറയാറുണ്ട് അല്ലെ, റൈറ്റ്. അപ്പൊ എപ്പോഴും റൈറ്റ് എന്നുള്ളതിന് വലത് എന്നുള്ളൊരു അർത്ഥമുണ്ട്, ശരി എന്നുള്ളൊരു അർത്ഥവും ഇല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ ഏതൊരു എക്സാമിനായാലും PSC എക്സാം ആയാലും ചിലപ്പോൾ നമ്മൾ ആദ്യ ശ്രമത്തിൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ശരിയായ കാര്യം എന്താ? റൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താ? നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് അല്ലേ. നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, പിന്നെയും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും റൈറ്റ് ആയ കാര്യം ട്രൈ ചെയ്യുക എന്നുള്ളതല്ലേ അല്ലേ. അങ്ങനെ ആലോചിച്ചാൽ പോരെ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഏതാ ഉള്ളത്? ട്രൈകസ്പിഡ് വാൽവാണുള്ളത്. ലെഫ്റ്റ് സൈഡ് ഇടതുവശത്ത് ബൈകസ്പിഡ് വാൽവാണ്. അപ്പോൾ ആ കാര്യത്തിലും ക്ലിയർ ആണ്, ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ലിയർ? ഇനിയും ഇതേപോലെ ഇഷ്ടംപോലെ ഉണ്ട്, എന്നാലും 1-2 കൂടെ നമുക്കൊന്ന് നോക്കാം. ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ശ്വാസകോശ ധമനി, ശ്വാസകോശ സിര അല്ലെ. 2 വാക്കാണ്. ഇത് രണ്ടും രക്തം ശ്വാസകോശത്തു നിന്ന് പുറത്തു പോകുന്നതാണോ ഇങ്ങോട്ട് വരുന്നതാണോ, ആ ഫുള്ള് കൺഫ്യൂഷനാണ് അധികം ആൾക്കാർ. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ധമനി എന്ന് കേട്ടാൽ എപ്പോഴും ഹൃദയത്തിൽ നിന്ന് രക്തത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് ധമനി. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ? അതേപോലെ തന്നെ സിര എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് രക്തത്തിനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പൊ ശ്വാസകോശ ധമനി എന്ന് പറയുമ്പോഴും അവിടെ ധമനി എന്നുള്ള വാക്കിലാണ് അവസാനിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ അതെന്തായിരിക്കും ധർമ്മം? ഹൃദയത്തിൽ നിന്ന് രക്തത്തിനെ പുറത്തേക്ക് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകാൻ. ഓക്കെ, ഹൃദയത്തിൽ നിന്ന് രക്തത്തെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്ന ധമനിനെയാണ് നമ്മൾ ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എപ്പോൾ ധമനി എന്ന് കേട്ടാലും ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കാണ്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ശ്വാസകോശത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് അതിൻ്റെ പേര് ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? അതുപോലെ അവിടെ ഓർമ്മിച്ച് വെക്കണം, എപ്പോഴും ഏതൊരു ധമനി എന്ന് കേട്ടാലും അവിടെ നമ്മൾ ശുദ്ധരക്തമാണ് ആ ധമനികളിൽ കാണാറ്. പക്ഷേ ശ്വാസകോശ ധമനി എന്ന് പറയുമ്പം അശുദ്ധ രക്തത്തിനെയാണ് അത് വഹിച്ചു കൊണ്ടുപോകുന്നത്. കാരണം ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഓക്സിജനെയൊക്കെ റെഡിയാക്കി ശുദ്ധീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നതാണ്. അപ്പം സാധാരണ ധമനികളിൽ ശുദ്ധരക്തമാണെങ്കിൽ പോലും അശുദ്ധ രക്തത്തെ വഹിക്കുന്ന ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി. ക്ലിയർ? അപ്പൊ ശ്വാസകോശ സിര എന്തായിരിക്കും? ശ്വാസകോശത്തിൽ നിന്നും ശുദ്ധീകരിച്ച ശുദ്ധരക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന സിരയാണ് ശ്വാസകോശ സിര. അവിടെ ഒരു വ്യത്യാസമാണ്. പൊതുവെ എല്ലാ സിരകളിലും അശുദ്ധ രക്തമാണ് ഉണ്ടാവുക എന്നാൽ പോലും പക്ഷേ ഇവിടെ ശ്വാസകോശ സിരയില് ശുദ്ധരക്തമാണ്. അപ്പൊ ചോദ്യം ചോദിക്കാം അല്ലെ, ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര, അപ്പൊ ഏതാണ് ആൻസർ? ശ്വാസകോശ സിര. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി, ആൻസർ എന്താണ്? ശ്വാസകോശ ധമനി. അപ്പൊ എങ്ങനെ ചോദിച്ചാൽ രണ്ടിന്റെയും മുന്നിൽ ശ്വാസകോശം എന്ന് ചേർത്ത് അങ്ങോട്ട് പറയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അതുപോലെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടേമും കൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൃദയാഘാതം, പക്ഷാഘാതം.
അല്ലേ? 2 ടേമും പെട്ടെന്ന് കേൾക്കുമ്പോൾ വലിയൊരു കുഴപ്പമില്ലെങ്കിൽ പോലും അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആകെ ചിലപ്പം കൺഫ്യൂഷൻ വന്നേക്കാം. ഹൃദയാഘാതം എന്ന് പറയുമ്പോൾ വലിയൊരു കുഴപ്പം വരുന്നില്ല, കാരണം അറിയാം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഭാഗത്തിന് കണക്ട് ചെയ്യുന്നത്, അല്ലേ? ഹൃദയത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളും ഓക്സിജനും എല്ലാം നൽകുന്ന ധമനിക്ക് പറയുന്ന പേര് കൊറോണറി ധമനി എന്നാണ്. അത് തന്നെ ചോദ്യം ചോദിച്ചാണ്. ആ കൊറോണറി ധമനിയിൽ കൊഴുപ്പൊക്കെ അടിഞ്ഞ് ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള രക്തം കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ അവസ്ഥയിൽ ഹൃദയം അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നു, അല്ലേ? അതിനെയാണ് നമ്മൾ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. പക്ഷേ പക്ഷാഘാതം എന്താ? അതുപോലെ കേൾക്കുമ്പോൾ പക്ഷാഘാതം എന്താ? അവിടെ ഹൃദയത്തിനെ ചേർത്തല്ല നമ്മൾ പറയേണ്ടത്, ബ്രെയിനിനെ ചേർത്താണ്, നമ്മളെ തലച്ചോറിനെ ചേർത്തിട്ടാണ് പറയേണ്ടത്. തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുന്നു, അല്ലേ? അവിടെ ഒഴുക്ക് തടസ്സപ്പെടുകയാണ്, അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടുകയാണ്. അങ്ങനെ ബ്രെയിനിലേക്ക് രക്തം എത്താതെ വരിക, നമ്മളെ ശരീരത്തിൻ്റെ ഒരു ഭാഗം, അല്ലേ, എന്ത് ചെയ്യാണ്? പാരലൈസ് ആയി പോകുന്നു, കുഴഞ്ഞു പോകുന്നു. ഈ അവസ്ഥയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതിനെയാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാറിപ്പോവരുത്. ഹൃദയത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഹൃദയാഘാതം, മസ്തിഷ്കം അഥവാ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ തലച്ചോറിലേക്ക് എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയണ്ടേ? പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കും കൂടെ ഓർമ്മിക്കാം, ആ രീതിയിലും ചോദിക്കും. ഇനി ഒരു വാക്കും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 വേർഡ് ഇങ്ങനെയാണ്, ടെൻഡനുകൾ എന്ന് പറയുന്ന വാക്കും അതേപോലെ സ്നായുക്കൾ എന്ന് പറയുന്ന വാക്കും. വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഇപ്പോൾ കൺഫ്യൂഷൻ്റെ ചാൻസ് ഒന്നും ഇല്ല, അല്ലേ? ടെൻഡനുകൾ, സ്നായുക്കൾ എന്ന് പറയുമ്പോൾ വലിയ അടുപ്പൊന്നും തോന്നാത്ത 2 വേർഡ്സാണ്. പക്ഷെ അതിൻ്റെ ആൻസറിലേക്ക് വരുന്ന സമയത്താണ് കൺഫ്യൂഷൻ. ഇതും സ്ഥിരമായിട്ട് നമ്മളെ മാർക്ക് പോക്കാൻ വേണ്ടി തന്നെ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ വീഴാൻ പാടില്ല, കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കുക. ടെൻഡനുകൾ എന്നാണ് പറയുന്നതെങ്കിൽ അസ്ഥിനെ പേശിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ടെൻഡനുകൾ എന്ന് പറയാം. അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമ്മൾ ടെൻഡനുകൾ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അസ്ഥിനെ പേശിയുമായിട്ടാണെങ്കിൽ ടെൻഡനുകൾ. അടുത്തത് ഇങ്ങനെയാണ്, അസ്ഥിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന, അല്ലേ? അപ്പോൾ കൺഫ്യൂഷൻ വരും. അസ്ഥിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? സ്നായുക്കൾ എന്നാണ് പറയുന്നത്, അല്ലെ? ആ വാക്കൊന്ന് പറഞ്ഞേ. പെട്ടെന്ന് സ്നായുക്കൾ എന്ന് പറയുമ്പം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾ പെട്ടെന്ന് സ്നായു എന്ന് മുഴുവൻ കേൾക്കണമെന്നില്ല. അസ് കേൾക്കാതെ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഡോഗ്, അല്ലെ, നായ, ആ ഒരു വാക്കാണ് ചിലപ്പോൾ നമ്മളെ മൈൻഡിലേക്ക് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ വിചാരിക്കാം. അങ്ങനെ തന്നെ കേട്ടാൽ മതി. നായ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു ഡോഗ്, നായ, അല്ലേ? നായക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താ? അസ്ഥി തന്നെ, അല്ലേ? അപ്പോൾ 2 അസ്ഥിയാണ്. 2 അസ്ഥിക്ക് വേണ്ടി ഇങ്ങനെ കടിപിടി കൂടുന്നത് ആലോചിച്ചാൽ മതി. അപ്പോൾ നായ എന്ന് കേൾക്കുക. അപ്പോൾ നായക്കൾ എന്ന് തന്നെ കേൾക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ സ്നായുക്കൾ കണക്ട് ചെയ്യുന്നു. അസ്ഥി, അസ്ഥി, സ്നായുക്കൾ. ഓക്കെ, അസ്ഥി, പേശി, ടെൻഡനുകൾ. പക്ഷെ ഇത്രയും നമ്മൾ ഈ ഡോഗിനെ കേട്ടാലും ഒക്കെ ചിലപ്പം ഓപ്ഷനിൽ ഇത് കാണണമെന്നില്ല. പകരം എന്ത് കൊടുത്തിട്ടുണ്ടാവും? സ്നായുക്കൾക്ക് പറയുന്ന ഇംഗ്ലീഷ് വേർഡാണ് ലിഗമെന്റ്. അതുകൂടെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ആ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്നായുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എന്ത്? ലിഗമെന്റ്. ടെൻഡൻ എന്നുള്ളതിന് മലയാളവും ഇംഗ്ലീഷും ആ ഒരു വാക്ക് മാത്രമേ ചോദിക്കൂ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇതേപോലെ കുറേ ഇനിയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ടേംസ് ഉണ്ടായേക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പം കുറച്ചൊക്കെ ചിലർക്കെങ്കിലും ഈ പ്രയാസങ്ങളൊക്കെ മാറിക്കാണെന്ന് വിചാരിക്കുകയാണ്. കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ് ഇനി ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് കൂടുതലായിട്ടുള്ള വീഡിയോസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.